പള്ളിച്ചട്ടം അനൗൺസ് ചെയ്യും, മിന്നൽ മുരളിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഡയറക്ടർ എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. ഗോതയാണ് എനിക്ക് ബേസിക്കലി ഭയങ്കര രസം തോന്നിയത്. ഇപ്പം ഈ പറഞ്ഞ സിനിമകളൊന്നും കണ്ടിട്ട് ഞാൻ ടോവിനെ വിളിച്ചിട്ടില്ല കേട്ടോ. സിനിമയ്ക്ക് മുന്നേ ആയ സോങ്ങിൻ്റെ ഒരു സംഭവം ജെയ്ക്സ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ചില സീൻസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. ജനഗണമന 2-ന്റെ ഒരു 8 ദിവസം കണ്ട് ഞാൻ അതിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തുള്ളൂ. ആടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് 1. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പക്ഷെ അതന്ന് സിനിമയിൽ അങ്ങനെ വിജയിച്ചില്ലല്ലോ. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്, ചില സിനിമകൾ നമുക്ക് പിന്നീടായിരിക്കും ഇഷ്ടപ്പെടുക. വാഴ ന്യൂ കമേഴ്സിനെ വെച്ച് ഭയങ്കര സക്സസ് ആയി. അതായത് ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വിഷു കളറാക്കാനായിട്ട് ഒരു മാസ് പടം പള്ളിച്ചട്ടം ബി. ആൻഡ് ആ മൂവിയുടെ ഡയറക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ, ലില്ലിയുടെ കൂടെ മാംഗോ ടോക്ക് ടൈമിലുള്ളത്, ടിജോ ജോസ് ആന്റണി. വെൽക്കം ടു ദ ഷോ. ഓക്കെ, അപ്പോൾ ഈ വിഷുവിനെ ഒരു വിഷു കൈനീട്ടം എന്നുള്ള പോലെ ഒരു മാസ് പടം, അതാണോ കവി ഉദ്ദേശിച്ചത്? അല്ല, വിഷുവിന് ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ വിഷുവിന് നമ്മൾ തിയേറ്ററിലായിട്ട് മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു രസം തോന്നുന്ന ഒരു സിനിമ എന്നൊക്കെ പറയല്ലേ. വലിയ വലിയ വാക്കുകളൊന്നും ഉപയോഗിച്ച് അതിനെ ഭയങ്കരമായിട്ട് അത് പ്രേക്ഷകർ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അതാണ് അതിൻ്റെ ഒരു ബേസിക് പടം. പിന്നെ മാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാസ് എലിമെന്റ്സ് ഉണ്ട്, നല്ല മൊമെന്റ്സ് ഉണ്ട്, പ്രണയമുണ്ട്, ഫാമിലി ഇമോഷൻ ഉണ്ട്. അപ്പോൾ വേണ്ട എല്ലാ എലിമെന്റ്സും നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ. വെക്കേഷൻ സീസണിന് ആപ്റ്റ് ആയിട്ട്. അതെ, അത് കണ്ടിട്ട് പറയൂ. ഓക്കെ, പള്ളിച്ചട്ടമ്പി കുറെ സമയം എടുത്ത് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണല്ലോ. ഏറ്റവും സമയം കുറഞ്ഞ സിനിമ പള്ളിച്ചട്ടമ്പിയായിരുന്നു. ആണോ? പക്ഷേ പോസ്റ്റർ ഒരുപാട് നാള് മുന്നേ ഇറങ്ങി. അതെ, പ്രോജക്റ്റിന് ഭയങ്കര സമയം എടുത്തിരുന്നു. അതായത് 2019 നമ്മൾ അനൗൺസ് ചെയ്തതാണ്. എന്റെ രണ്ടാമത്തെ സിനിമ ആവേണ്ടിയിരുന്ന സിനിമ പള്ളിച്ചട്ടമ്പിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ കോവിഡ് വന്നു. അപ്പൊ ഞാൻ ജനഗണമന ചെയ്തു, പിന്നെ മലയാളി ചെയ്തു. അപ്പൊ അങ്ങനെ പിന്നെ ടൊവിയും അതിൻ്റെ ഇടയിൽ കുറെ സിനിമകൾ ചെയ്തു. എനിക്കൊന്നും ഞാൻ 2019 പള്ളിച്ചട്ടം അനൗൺസ് ചെയ്യും, മിന്നൽ മുരളിയൊന്നും വന്നിട്ടില്ല. ഞാൻ 2012 ടൊവിനെ കാണുമ്പോൾ മിന്നൽ മുരളി ഡിസ്കഷൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അന്ന് പ്ലാൻ ചെയ്ത സിനിമ ആയതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തത്. ഷൂട്ടിംഗ് ഒക്കെ ഏറ്റവും വളരെ പെട്ടെന്ന്, എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. നമ്മൾ ജൂണിൽ തുടങ്ങി. നമ്മൾ ഒരു നാട്ടിലെ കഥയില്ലേ, അപ്പൊ നാട് സെറ്റ് ഇടാനും അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം കഴിഞ്ഞു. പെട്ടെന്ന് തീർന്ന പടം എനിക്കൊന്ന് പള്ളിച്ചട്ടമ്പിയാണ്. എന്നാലും ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? അത് ഇതിന്റെ ജോണറാണ്. ബേസിക്കലി ഇതൊരു പീരിയഡ് സിനിമയല്ലേ. അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ്സ്മാന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നമായിരിക്കും ഒരു പീരിയഡ് സിനിമയൊക്കെ ചെയ്യുക, ഒരു കാലഘട്ടം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പൊ അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചതാണ്. അതാണ് സത്യം പറഞ്ഞ ഏറ്റവും വലിയ ചാലഞ്ച്. പീരിയഡ് സിനിമ എന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും. കാര്യം ഞാൻ ജനിച്ചിട്ടില്ല ആ സമയത്ത്. അതാ ഞാൻ പറയാം, 90s കിഡ് ആണല്ലോ. അപ്പൊ ഞാൻ അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടം നമ്മൾ കേട്ടറിഞ്ഞ്, ഈവൻ നമ്മുടെ അപ്പൂപ്പന്മാര്, അല്ല അപ്പൂപ്പൻ പറയാൻ പറ്റില്ല, അപ്പനും അമ്മയൊക്കെ അവര് പോലും ആ കാലഘട്ടത്തിൽ ജസ്റ്റ് ജനിച്ചോളൂ. അപ്പൊ നമ്മളുടെ ചെറുപ്പകാലത്തിലൊക്കെ എന്താ പറയാ, 10 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ എന്താ ഓർമ്മയുണ്ടാവുക? വളരെ ചുരുങ്ങിയ മെമ്മറീസ് അല്ലേ ഉള്ളൂ. അത് വെച്ച് നമുക്കൊരു സിനിമയൊന്നും പോർട്രേ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അവരുടെ സൈഡിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ, എഴുത്തുകാരനാണെങ്കിൽ സുരേഷ് ഏട്ടനും ഈ പറഞ്ഞ ഏട്ടൻ എന്ന് വിളിക്കുന്നുള്ളൂ. പുള്ളിയും അത്യാവശ്യം വലിയൊരു ഓൾഡ് ആളൊന്നും അല്ല. അപ്പൊ പുള്ളിയും പുള്ളിയുടെ ഭാവനയിൽ നിന്നും കേട്ടതും വായിച്ചതും ഒക്കെ പുള്ളിയും എനിക്കും പകർന്നു തന്നു. അങ്ങനെയാണ് ഞാൻ ആ വിഷ്വൽ. അപ്പൊ അതൊരു വലിയ ചാലഞ്ചിങ് ആയിരുന്നു. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. പ്രൊഡക്ഷൻ ഡിസൈനും കുറെ നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ദിലീപാണെങ്കിലും ഈ പറഞ്ഞ പോലെ വായിച്ചും കണ്ടും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന AI ഒക്കെയാണ്. AI-യിൽ ചോദിക്കും, AI-യും കുറെ ബ്ലണ്ടേഴ്സ് ആയിരിക്കും തരിക, എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. പക്ഷെ അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ചോദിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മൾ കുറെയൊക്കെ റിസർച്ച് നടത്തി, ഭയങ്കര റിസർച്ച് റിക്വയർ ചെയ്തൊരു സിനിമയാണ്. അപ്പൊ അതിൽ ഷൂട്ട് ചെയ്തതിൽ ഏറ്റവും ഒരു തൃപ്തി കിട്ടിയ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ് ഏതായിരുന്നു? എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്ത 3 സിനിമയിലും എനിക്ക് തൃപ്തി ഉള്ള ആളാണ്. അത് സിനിമ റിലീസായതിനു ശേഷം പിന്നെ ആ സിനിമ ഞാൻ അങ്ങനെ തന്നെ പിന്നെ ഒന്നും എടുത്ത് കാണത്തില്ല. നമ്മളൊരു പോയിന്റ് റിലീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് കഴിഞ്ഞല്ലോ, നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ സിനിമ എപ്പോഴെങ്കിലും TV-യിലോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഇട്ട് കണ്ട് അപ്രിസിയേഷൻസും പലതും വിളിച്ചാൽ കൊള്ളായിരുന്നു. അത് പിന്നെ കണ്ടു, ശരി. പക്ഷെ പിന്നെ നമ്മളതൊരിക്കൽ കാണുമ്പോൾ ഇത് കൊള്ളാലോ, ഇത് രസമുണ്ടല്ലേ എന്ന് നമുക്ക് പിന്നീട് തോന്നണമെങ്കിൽ ഈ പറഞ്ഞൊരു ഗ്യാപ്പ് ഇടുന്നത് ഭയങ്കര നല്ലതാണ്. കാര്യം നമ്മൾ എത്രത്തോളം അതുമായിട്ട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തൃപ്തിക്കുറവ് നമുക്ക് ഒരുപാട് നമ്മുടെ ഉള്ളിലുണ്ടാവും. എന്നാലും ഇപ്പൊ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവല്ലോ, ഓക്കെ ഇന്ന സീൻ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സ്പോയിലേഴ്സ് ആയിട്ട് പറയാം? നമ്മുടെ ക്യാരക്ടർ, ഇപ്പോൾ ടൊവിയുടെ ക്യാരക്ടർ
പള്ളിച്ചട്ടമ്പി. ക്യാരക്ടർ ഭയങ്കര ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിന്റെ ഒരു രീതിയും ഇതൊക്കെ ഭയങ്കര ഒരു ഈവൻ ആക്ഷൻസ് പോലും നമ്മൾ അങ്ങനെ, ഈവൻ ആക്ഷൻ സീക്വൻസ് പോലും നമ്മൾ അങ്ങനെയാണ് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എല്ലാം. ഈ പറഞ്ഞ പോലെ അടി കൂടുമ്പോൾ നമ്മൾ പൊതുവേ കാണും മാസ്സായിട്ടുള്ള ഇടി തൊഴി, അങ്ങനെയൊന്നുമല്ല. പുള്ളി ഓരോന്നും പുള്ളിക്കൊരു ശൈലിയുണ്ട്. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ആ ആക്ഷൻ കൊറിയോ ചെയ്തത്. കൂടാണ്ട് ആ ക്യാരക്ടർ ഭയങ്കര ലൗഡാണ്, വളരെ സട്ടിലായിട്ട്. നമ്മൾ എന്തൊക്കെയുണ്ട് വിശേഷം, അങ്ങനെയല്ല പുള്ളി എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര ലൗഡ് ക്യാരക്ടറാണ് നമ്മൾ പോർട്രേ ചെയ്തത്. എനിക്ക് ആ ക്യാരക്ടറിന്റെ എല്ലാ സീനും ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറല്ലേ, നമ്മൾ റിയൽ ആയിട്ട് കാണുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരാൾ വേണം ആ നാടിന്റെ നായകനാണ്, അപ്പൊ അയാൾ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് അപ്പൊ നമുക്കത് ഭയങ്കര രസം തോന്നി. അതേപോലെ നായികേനെയും ഭയങ്കര റബേക്ക എന്ന് പറയുന്ന ക്യാരക്ടറിനെയും ഭയങ്കര രസമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമാണ്. അതുപോലെ എനിക്ക് ചെയ്യിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇവര് മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പൊ അത് നമ്മൾ കുറെയൊക്കെ എന്ന് വെച്ചാൽ ആ നാടിന് പുതിയതാ. കുട്ടേട്ടനുണ്ട്, വിജയരാഘവൻ ചേട്ടനുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, സുധീർ കരമനുണ്ട്, സിദ്ദിഖ ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ, സീനിയർ ആർട്ടിസ്റ്റ്. ഞാൻ ചിലപ്പോൾ TG രവി സാറുണ്ട്, കുറേ പേരുണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഇവരൊക്കെ ഈ സിനിമയിൽ ഫ്രഷ് ആയിരിക്കണം, അതായിരുന്നു എൻ്റെ തോട്ട്. അതായത് ഒത്തന്റിക് ആയിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് തോന്നുന്നു അത് രസമായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇവരെയൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോവിനോന്റെ കൂടെ ഫസ്റ്റ് ടൈം അല്ലേ വർക്ക് ചെയ്യുന്നത്? ഞാൻ ടോവിയുടെ കൂടെ ആയിട്ട്. ഓക്കെ, അപ്പൊ അതിലിപ്പോ ടോവിനോ ആസ് എൻ ആക്ടർ സർപ്രൈസ് ചെയ്യിച്ച ഒരു കാര്യം എന്തായിരുന്നു? അപ്പൊ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണല്ലോ പോർട്രേ ചെയ്യുന്നത്, അപ്പൊ അതിൽ വണ്ടർ അടിച്ച എന്തെങ്കിലും ഒരു ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെ. പക്ഷെ ടോവി അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. ടോവിനെ സംബന്ധിച്ചോളം ടോവി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടേഴ്സ് ആക്ടറാണ്. അപ്പൊ ഡയറക്ടർ എന്ത് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ സിനിമ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ഓരോ സീൻ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ടോവി കുറച്ച് ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ട്, ഇത് കൊള്ളാം എന്ന് എനിക്ക് കിട്ടുന്ന വരെ ടോവി അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര ഒരു എന്താ പറയുക, അതാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. നമുക്ക് വേണ്ടത് ഡയറക്ടറെ ഹാപ്പി ആക്കുന്നത് വരെ ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അതും ഭയങ്കര ഒരു പോസിറ്റീവ് സൈനാണ്. പള്ളിച്ചട്ടമ്പി അല്ലാതെ ടോവിനോന്റെ വേറെ ഏത് സിനിമയും വേറെ ഏത് ക്യാരക്ടറായിട്ടും ഇഷ്ടമുള്ള? മിന്നൽ മുരളി OTT ആയിരുന്നെങ്കിലും എനിക്കത് ഭയങ്കര ജെയ്സൺ ആ ക്യാരക്ടർ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഗോദയാണ് എനിക്ക് ബേസിക്കലി ഭയങ്കര രസം തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗോദയിലെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മാത്തൻ, അതൊരു ഒരു രസമുണ്ട്. പിന്നെ എനിക്ക് തല്ലുമാല സിനിമ എനിക്ക് ഭയങ്കര വർക്കാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ വേൾഡും ഭയങ്കര, കാര്യം ചില സിനിമകൾ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരികയല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്, തിയേറ്ററിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ നമ്മളിവിടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടെന്ന് പറയുമ്പോൾ മെൻഷൻ ചെയ്തൊരു സിനിമയായിരുന്നു ഡിയർ ഫ്രണ്ട്. അതിനകത്തെ ക്യാരക്ടർ ഭയങ്കര ഒരു അണ്ടർറേറ്റഡ് ജെം എന്നൊക്കെ പറയുന്ന പോലെ. ആക്ച്വലി ടോവിനെ ഞാൻ ഈ പറഞ്ഞ സിനിമകളൊന്നും കണ്ടിട്ട് ഞാൻ ടോവിനെ വിളിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ ഡിയർ ഫ്രണ്ട് കണ്ടിട്ട് ടോവിനെ വിളിച്ചു. എനിക്ക് ഡിയർ ഫ്രണ്ട് ഞാൻ OTT-ലാണ് കണ്ട്, തിയേറ്ററിലെല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. അപ്പം ഞാൻ ടോവിനെ വിളിച്ചിട്ട് ഇതെന്ത് പടം, ഭയങ്കര രസമുണ്ടല്ലോ. ഡിജോ ഇതിങ്ങനെയാണ്, ഇപ്പൊ പടം ഇറങ്ങിയതിന് ശേഷം എല്ലാവരും വിളിക്കുകയാണ്. കണ്ടില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ, വേറെ കാണാൻ പറ്റിയില്ല ടോവി, കാര്യം നമ്മളും വേറെ ഷൂട്ടിൻ്റെ ഇടയിലാണ്. പക്ഷെ അത് OTT-ൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കിടിലായിട്ട് ടോവിയും ആ സിനിമയും മൊത്തത്തിൽ എനിക്ക് ഭയങ്കര രസം തോന്നി. പക്ഷെ അതാ ഞാൻ പറഞ്ഞത്, ചില സിനിമകൾ നമുക്ക് പിന്നീടായിരിക്കും ഇഷ്ടപ്പെടുക. ഓക്കെ, ഇപ്പൊ കമ്മിങ് ബാക്ക് ടു പള്ളിച്ചട്ടം, എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഹൈപ്പ് ഭയങ്കരമായിട്ട് കയറ്റിയ ഒരു സാധനം ആ പാട്ടായിരുന്നു, കാട്ടിയമ്പത്. യെസ്, അത് ആ പാട്ട് എങ്ങനെയാ സംഭവിച്ചത്? അല്ലെങ്കിൽ അതിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്തത്? അതാണ് ഈ സിനിമയുടെ ഇവരുടെ റൊമാൻസിന്റെ സോള് അതാണ്. അതായത് പഴയ കാലം, അവള് റബേക്ക തലമുടിയിൽ വെക്കുന്ന ഒരു ചെമ്പകപ്പൂവുണ്ട്, അതൊക്കെയാണ് ആ പാട്ടിന്റെ റെഫറൻസ്. അപ്പൊ അത് ജെയ്ക്സ് ബായ് ആണെങ്കിലും കൈതപ്രം സാറായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ സിനിമയുടെ മൊത്തം കഥ പറഞ്ഞു കൊടുത്ത് ഓരോ ക്യാരക്ടറിന്റെ ഷെയ്ഡ് പറഞ്ഞ് ഇവര് തമ്മിലുള്ള പ്രണയത്തിന്റെ അൾട്ടിമേറ്റ് ആണ് ഈ പാട്ട്. അപ്പൊ അങ്ങനെ തന്നെ അത് എനിക്കായിരുന്നു ഇത് സിനിമയ്ക്ക് മുന്നേ ആയ സോങ്ങിന്റെ ഒരു സംഭവം ജെയ്ക്സ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അത് വെച്ചിട്ടാണ് ചില സീൻസ് ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്തു. ചില സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. അപ്പൊ തന്നെ ടോവി പറഞ്ഞു പാട്ട് കൊള്ളാം എന്ന്. ടോവിക്കും കേൾക്കുന്നവർക്കൊക്കെ ഇത് ഹിറ്റാ എന്ന് അന്നേ അവർക്ക് തോന്നിയിരുന്നു. കഴിഞ്ഞ 3 സിനിമയിലൊന്നും പ്രണയം ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രണയമാണ്. അപ്പൊ എനിക്ക് അതും സ്പെഷ്യൽ ആവണമെന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ ആ പാട്ട് വിഷ്വലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പീരീഡ് ആണല്ലോ. അപ്പൊ നമുക്ക് പരിമിതികളുണ്ട്. നമുക്ക് എവിടെ പോയാലും വീടുകളും കെട്ടിടങ്ങളുമാണ്.
അപ്പം നമ്മുടെ ലൊക്കേഷനിൽ തന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്ലാൻ ചെയ്ത് നമ്മൾ ചെറിയ ചെറിയ മൊണ്ടാജ് സീൻസ് ഒക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഈ നാട് തന്നെ ഒരു ക്യാരക്ടറാണ്. സിനിമയിൽ കാണിയാർ എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്. ആ നാടാണ് നമ്മുടെ സിനിമ സംസാരിക്കുന്ന ആ നാട്ടിലെ നായകനാണ് നമ്മുടെ പള്ളിച്ചട്ടൻ. അപ്പോൾ ആ നാട് ഒരു ഫിക്ഷനൈസിങ് ഒരു നാടാണ്. അപ്പോൾ ആ നാട്ടിലെ ഈ പ്രണയം ഇതേ നാട്ടിൽ തന്നെ ഇവരുടെ ഒറ്റയ്ക്കുള്ള കുറേ മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തപ്പോൾ വിഷ്വലിയും ഭയങ്കര രസമായിരുന്നു. അവരുടെ ആ ലാൻഡ്സ്കേപ്പും കോസ്റ്റ്യൂംസും എല്ലാം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇഷ്ടപ്പെട്ട സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉറപ്പായിട്ടും സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ടാവും. ഇത്ര ഹിറ്റായ ഒരു പാട്ട് തിയേറ്ററിലെ ആളുകൾ കാണുമ്പോൾ അവരുടെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റിയുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താ? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ആലോചിച്ചിരുന്നു കേട്ടോ. കാര്യം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് കാണുമ്പോൾ കൊള്ളാമല്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പം ഞാൻ ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തിരിക്കും, ഇത് രസമില്ലേ, കൊള്ളാം എന്താ അങ്ങനെ ചോദിച്ചാലൊക്കെ അവർ ചോദിക്കുന്നത്. അതായത് നമ്മുടെ ADs-ഓ അങ്ങനെ ആരെയും. അപ്പോ നമ്മള് ചട്ടമ്പിയിൽ ഒന്നും ട്രാക്ക് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൽഹി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയ പടം ജനഗണമന. അപ്പൊ എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ ഒരു കാരണമായി. ജനഗണമന 2 എവിടെയാണ്? 2 അതിന്റെ പരിപാടികൾ നടക്കുന്നേ ഉള്ളൂ. എൻ്റെ രണ്ടാമത്തെ സിനിമ പള്ളിച്ചട്ടമ്പിയായിരുന്നു. 2019 അനൗൺസ് ചെയ്തതാണ്. അത് 2026 വരുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് സംഭവിച്ച നമ്മുടെ ഒരു വലിയ ജമ്മാണ് ജനഗണമന. ശരി, കോവിഡിൻ്റെ സമയത്ത് ജനഗണമന 2-ന്റെ ഒരു 8 ദിവസം കണ്ട് ഞാൻ അതിൻ്റെ പോർഷൻസ് ഷൂട്ട് ചെയ്തുള്ളൂ. അതിലൊരു ദിവസമാണ് നമ്മൾ ട്രെയിലറായിട്ടൊക്കെ നമ്മൾ അന്ന് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പ്രോപ്പർ സിനിമ ചെയ്തു വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും കുറച്ച് ദിവസങ്ങളും അതിൻ്റെ എഴുത്തും പരിപാടിയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതെല്ലാം തീർത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ജനഗണമന 2-ന്റെ ഷൂട്ട് തുടങ്ങാൻ പറ്റും. അപ്പം അതിൻ്റെ ഷൂട്ട് തുടങ്ങി അത് ഒബ്വിയസ്ലി ഈ പറയുന്നൊരു 1-2 ഇയേഴ്സിൻ്റെ ഇടയിൽ എന്തായാലും അത് സംഭവിക്കും 100%. ഓക്കെ. അപ്പൊ അതിന്റെ ആ ഒരു മേക്കിംഗിൽ ഇപ്പോൾ ഉള്ള ഒരു ചാലഞ്ച് എന്താണ്? അത് ഭയങ്കര ചാലഞ്ചല്ലേ. അതായത് ഇത്രയും എക്സ്പെക്ടേഷൻ ഉള്ള സിനിമയല്ലേ. അപ്പോൾ ആ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്താൽ പോരെ, അതിൻ്റെ മേളിൽ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ. അപ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അത് പ്രോപ്പർലി വൃത്തിക്ക് ഞാനും സാറ്റിസ്ഫൈഡ് ആയിട്ട്, റൈറ്റർ സാറ്റിസ്ഫൈഡ് ആയിട്ട്, പ്രൊഡക്ഷനും രാജുവും എല്ലാവരും നമുക്കെല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ഉള്ള ബെസ്റ്റ് വേർഷൻ നമ്മൾ പുറത്തേക്ക് വരും. സോ നമുക്കത് ഒരു രീതിയിലും വി കനോട്ട് ഗോ റോങ്. സോ ദാറ്റ് വിൽ കം അറ്റ് ദ റൈറ്റ് ടൈം. എന്തായാലും ഇപ്പൊ ഒരു സീക്വൽ സീസണും കൂടെയാണ് ഇപ്പൊ എല്ലാത്തിന്റെയും സെക്കൻഡും തേർഡും ഒക്കെ ഇറങ്ങുന്ന ഒരു സമയം കൂടെയാണ്. അപ്പൊ കണ്ടിട്ടുള്ളതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സീക്വൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഏതാ? ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് കണ്ടപ്പോഴാണ് KGF 2 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. KGF എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. KGF 2 അതിന്റെ മുകളിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ ആട് 3 കണ്ടിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആക്ച്വലി 3 ഇഷ്ടപ്പെട്ടത്. കാര്യം ആടാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് 1. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം. പക്ഷെ അതന്ന് സിനിമയിൽ അങ്ങനെ വിജയിച്ചില്ലല്ലോ. അപ്പോൾ എനിക്ക് ആട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് ആട് 2 അത്രയ്ക്ക് അങ്ങോട്ട് ഇതാവാതായിരുന്നു. പക്ഷെ ആട് 3 ഞാൻ റീസെൻ്റ്ലി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഫാമിലി ആയിട്ട് ഞങ്ങളെല്ലാം കുറേ ചിരിച്ചു. ക്യാരക്ടേഴ്സ് അല്ലേ, അങ്ങനെയല്ലേ, നമ്മളൊരു കോമിക് പടം കാണാൻ പോലെ. അപ്പോൾ അതിന് രസമായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2026 എനിക്കൊന്ന് മലയാള സിനിമയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ഇയർ ആണ്. കുറെ റിലീസുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വർഷമാണ്. വാഴ ന്യൂ കമേഴ്സിനെ വെച്ച് ഭയങ്കര സക്സസ് ആയി. ഡിജോന്റെ ഫസ്റ്റ് പടവും ഒരുപാട് ന്യൂ കമേഴ്സ് ഉള്ള ഒരു പടം തന്നെയായിരുന്നു. അപ്പൊ അതുപോലെ ന്യൂ കമേഴ്സ് ഉള്ള വേറൊരു പടം ഇങ്ങനെ ഒരു പക്ഷേ ഇത് ഇൻഡസ്ട്രി ലെവലിൽ ഹിറ്റ് ആവില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താ പറയാ, മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം തിയേറ്ററിലേക്ക് ഈ പറയുന്ന പോലെ പുതുമുഖങ്ങളെ വെച്ച് ഇൻഫ്ലുവൻസർ, ഞാൻ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതാണ്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ, പള്ളിച്ചട്ടമ്പിക്ക് അത് നിബ്രാസ്, കുഡോസ് മീഡിയയിലെ നിബ്രാസും ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മുടെ വേറെ ജോണറാണ്, പീരിയഡ് സിനിമയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പെർഫോമൻസസ് ഒക്കെ, കാര്യം നമുക്ക് ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മൂഡിൽ നിൽക്കുമ്പോൾ ഇവരുടെ ഇങ്ങനത്തെ കുറേ റീൽസാണ് നമുക്കൊരു ചിരി വരികയോ അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ബിഗ് സ്ക്രീനിൽ അത് ഭയങ്കര രസകരമായിട്ട് വരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഒരിക്കൽ കൂടെ ഇങ്ങനെ ന്യൂ കമേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു പടം അല്ല, അത് ഉറപ്പായിട്ടും നല്ല കഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചെയ്യാൻ തോന്നില്ല. കാര്യം നമുക്ക് കിട്ടുന്നൊരു എനർജി ഇല്ലേ, അവരെ കൊണ്ട് നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതെ, മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ സിനിമ ഇപ്പം ഞാൻ വന്നത് അങ്ങനെയല്ലേ, ക്വീൻ ചെയ്തല്ലേ നമ്മൾ വന്നത്. അപ്പോൾ അതിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലാത്ത പുതുമുഖങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ മോഹിനിയാട്ടം, ഭരതനാട്യം എനിക്ക് ഇഷ്ടപ്പെട്ട പടം. പക്ഷെ ഞാൻ തിയേറ്ററിലല്ല കണ്ടത്. അപ്പം ഞാൻ മോഹിനിയാട്ടം നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ട്. അപ്പം നല്ല സിനിമകൾ വരട്ടെ, സിനിമകൾ നല്ലത് വരുന്നതോറും നമ്മളുടെ ഇൻഡസ്ട്രി അല്ലേ വളരുന്നത്. അപ്പം അതിന് മലയാള പ്രേക്ഷകർ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം.
അപ്പൊ ഈ വർഷം ഇനി റിലീസ് ആവാൻ പോകുന്ന പടങ്ങളിൽ ഏറ്റവും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഏതാ? ഇനിയിപ്പോ നമ്മുടെ പടം ഇറങ്ങുന്നില്ലേ, പള്ളിച്ചട്ടമ്മയുണ്ട്. അതല്ലാതെ അത് നമ്മുടെ സ്വന്തം പടമല്ലേ? അതല്ലാതെ സ്വന്തം അല്ലാതെ സ്വന്തം പടം എക്സ്പെക്ട് ചെയ്തൂടെ? yes, അല്ല definitely. അങ്ങനെയല്ല, പള്ളിച്ചട്ടമ്മയുണ്ട്, ഇപ്പൊ എന്താ ചാക്കോച്ചന്റെ ദുരൂഹമം വരുന്നുണ്ട്, പേട്രിയറ്റ് വരുന്നുണ്ട്, ശരിയല്ലേ? Yes. മമ്മൂട്ടി, മോഹൻലാല്, ഫഹദ് ഫാസില്, ഒരു വലിയ ഒരു ചാക്കോച്ചനും star എല്ലാവരുടെയും cast ആണ്. വലിയ നയൻതാരയൊക്കെ ഉള്ള ഒരു മഹേഷ് നാരായണന്റെ സിനിമ അതും ഉണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ. ഇനി വരാൻ, എനിക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്ന എല്ലാ മലയാള സിനിമകളും അത്യാവശ്യം പ്രോമിസിംഗ് ആണ്. മോളിവുഡ് ടൈംസ് വരുന്നത് എനിക്ക് തോന്നുന്നു ജെയ്ക്സിന്റെ സെയിം പുള്ളി തന്നെയാണല്ലോ അതിന്റെ ഒരു music പാട്ട് നല്ല ചെയ്തിട്ടുള്ളത്. രസമുണ്ടായിരുന്നു, അതെ, അപ്ന ടൈം അപ്ന ഫ്രൈഡേ ആയേഗ. അപ്ന ഫ്രൈഡേ ആയേഗ. നല്ല എങ്ങനെയുണ്ടായിരുന്നു അത് കണ്ടിട്ട് എൻജോയ് ചെയ്ത്? ഞാൻ രസമുണ്ട്. ഞാൻ ജെയ്ക്സിനെ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, നസ്രിന്റെ നല്ല രസമുള്ളതല്ലേ. ഇപ്പൊ അഭിനവാണ് അതിന്റെ ഡയറക്ടർ. നല്ല, ഞാനും അഭിനവൊക്കെ ഞങ്ങൾ കുറെ സംസാരിക്കുകയും ചെയ്തത് നല്ല. അപ്പൊ ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോഴല്ലേ നമ്മുടെ ഇൻഡസ്ട്രി മാറിയേക്കാം. എല്ലാം ഒരേ ജോണർ സിനിമകളല്ലല്ലോ, എല്ലാം പലതല്ലേ. മോളിവുഡ് ടൈംസ് മാത്രമല്ല, അടുത്ത മാസം വേറെയും കുറെ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അല്ലേ. ദൃശ്യം 3 വരുന്നുണ്ട്. നമ്മുടെ ദൃശ്യം 3 വരുന്നുണ്ട്. അയ്യോ, അതെ അതേ പറയാം. സിനിമകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, കിക്ക് കിട്ടുക. സിനിമകൾ, നല്ല സിനിമകൾ വരുമ്പോൾ ഇപ്പോൾ ആട് തുടങ്ങി, ആടാണല്ലോ ഇപ്പോൾ മാർച്ചിൽ തുടങ്ങിയത്. ആടിൽ നിന്ന് ഇപ്പോൾ വാഴ, മോഹിനിയാട്ടം, അങ്ങനെ സിനിമകളെല്ലാം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവാണ്. ഇൻഡസ്ട്രിയിൽ തിയേറ്ററിലേക്ക് ആളുകൾ വരുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കണക്റ്റഡ് ഇൻഡസ്ട്രി അല്ലേ, ഭയങ്കര പോസിറ്റീവായിട്ട് വരും. യെസ്. ഓക്കെ, അപ്പൊ അതിലെന്തായാലും ഈ വർഷത്തെ വിഷു കളറാക്കാൻ ഇറങ്ങുന്ന പള്ളിച്ചട്ടമ്പി ഒരു ബിഗ് സക്സസ് ആവട്ടെ. ഷുവർ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാംഗോ ടോക്ക് ടൈമിൽ ജോയിൻ ചെയ്തതിനും. താങ്ക് യു.